എത്ര നരച്ചിട്ടുള്ള വെളുത്ത മുടിയും 10 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മൾ തലയിൽ ദിവസവും ഉപയോഗിക്കുന്ന ഷാംപൂ, സോപ്പ്, അതുപോലെ തന്നെ ഹെയർ ഡൈ, ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം ക്രമേണ നമ്മുടെ മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ താരനുണ്ടാവാനും, മുടി പൊട്ടിപ്പോവൽ, മുടി കൊഴിഞ്ഞു പോവൽ, പിന്നെ തല വേദന എടുക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മുടിയൊക്കെ പെട്ടെന്ന് നര വരുന്നതും കാണാം. ഇന്ന് പ്രായമാകാത്ത ആളുകളിലും നര കോമൺ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ യാതൊരു വിധ കെമിക്കലും ഇല്ലാത്ത ഹെയർ ഡൈ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് എണ്ണകൾ കാച്ചി തേക്കാം, ഹെയർ പാക്കായിട്ട് തലയിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ മുടി വളരാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അത്തരത്തിൽ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിലുള്ളതും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കറിവേപ്പിൻ്റെ ഇലയാണ്. നമുക്കറിയാം കറിവേപ്പിൻ്റെ ഇലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കൊടുക്കാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനൊക്കെ കറിവേപ്പിൻ്റെ ഇല വളരെ നല്ലതാണ്. അപ്പോൾ ഇത് എണ്ണയ്ക്ക് കാച്ചി തേക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കറ്റാർവായ സെയിം ആയിട്ടുള്ള റിസൾട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് തലക്ക് നല്ലൊരു കൂളിങ്ങും നമുക്ക് തരും. അതുപോലെ തന്നെ മുടി നല്ല പോലെ തന്നെ വളരും. മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും നമ്മുടെ തലയിലുള്ള താരൻ പോവാനൊക്കെ നല്ലതാണ്. കറിവേപ്പിൻ്റെ ഇലക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. അതിലുള്ള ഒരു കണ്ടൻറ്റ് നല്ല പിഗ്മെൻ്റ് ഉൽപ്പാദനം കൂട്ടുന്ന ഒരു കണ്ടൻറ്റാണ് ഇത്. നമ്മുടെ ഈ ഒരു പിഗ്മെൻ്റ് ഉൽപ്പാദനം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് തരുന്ന ഒന്നാണ്. പിന്നെ ചെമ്പരത്തിപ്പൂവ്, നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുവിധം വീഡിയോസിലൊക്കെ പറയുന്നതാണ് ചെമ്പരത്തിയുടെ ഗുണങ്ങൾ. അത്രയും ഗുണങ്ങളുള്ള അതുപോലെ തന്നെ ഒരു പൈസ ചിലവും ഇല്ലാത്ത വീട്ടിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു പൂവ് തന്നെയാണ് ചെമ്പരത്തി. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിൻ്റെയും അളവ് നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും. ഞാനിവിടെ ഒരു 2 പിടിയോളം കറിവേപ്പിൻ്റെ ഇല, ഒരു കഷ്ണം കറ്റാർവായ, ഒരു 10 ചെമ്പരത്തിപ്പൂവ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നവർക്ക് അതിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. പകരം നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു വെള്ളം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നോർമലി എല്ലാ വീഡിയോസിലും ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നോർമലി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരു ഗ്ലാസ് ഉണ്ടാക്കി അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒരു 1/2 ഗ്ലാസ് ആക്കി അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കടുപ്പത്തിലുള്ള ഒരു കട്ടൻ ചായയാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. കട്ടൻ ചായ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ തന്നെ ആക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടൻ ചായ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടൻ ചായ ആയിരിക്കും ഇതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. ഒരു 1/2 ഗ്ലാസ്സോളം നമുക്ക് ആവശ്യമുള്ളൂ. അത് നമ്മൾ ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല പോലെ തന്നെ അരച്ചെടുക്കുക. ഈ ഒരു കട്ടൻ ചായ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒഴിച്ച് നല്ല പോലെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും കട്ടൻ ചായ ഒഴിക്കുമ്പോൾ നല്ല പോലെ തന്നെ അരിഞ്ഞ് കിട്ടും. ഈ ഒരു വെള്ളത്തിൻ്റെ ഈ ഒരു ലൂസ് ഉണ്ടായിക്കോട്ടെ. നമ്മളിത് ഇനി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഹെയർ ഡൈ ആക്കി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് നമ്മളൊരു 3 സ്പൂണ് നീലാമരിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 സ്പൂണോളം അത്യാവശ്യം
വലിയൊരു സ്പൂണാണ്. അതിനൊരു 3 സ്പൂണോളം നീലാമ്പരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെല്ലിക്കപ്പൊടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നെല്ലിക്കപ്പൊടി പരമാവധി പറ്റുന്നവരും ഉൾപ്പെടുത്തുക. നമ്മളെ കയ്യിൽ ഇപ്പോൾ കഴിഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ. നെല്ലിക്കപ്പൊടിയും സെയിം അളവിൽ നീലാമ്പരി എടുത്ത് അതേ അളവിൽ 3 സ്പൂണ് നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 1/2 സ്പൂണ് കരിഞ്ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. കയ്യിലില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. കരിഞ്ജീരകമൊക്കെ പൊടിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡൈ ആകുമ്പോൾ നമുക്ക് ഒറ്റ തവണ തേക്കുമ്പോൾ തന്നെ 100% റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. ഇത് നമ്മൾ ഒരാഴ്ചയിൽ 3 തവണയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രമേണ നമ്മുടെ നരച്ച മുടി നല്ല പോലെ തന്നെ കറുപ്പാവും. മാത്രമല്ല നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏത് ഹെയർ ഡൈ ചെയ്യുമ്പോഴും അതിന് മുൻപ് നമ്മളൊരു ഹെന്ന പാക്ക് മൈലാഞ്ചി തലയിൽ ഇടുന്നത് വളരെ നല്ലതാവും. അതിന് ശേഷം വേണം ഇതുപോലുള്ള ഹെയർ ഡൈസൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ മിക്സ് ചെയ്തത് നമുക്ക് ഒരു ഓവർനൈറ്റ് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ പാത്രം എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പഴകിയിട്ടുള്ള തുരുമ്പിൽ വന്നിട്ടുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ഈ തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ തലയിലെത്താനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിശ്രിതത്തിന് കൂടുതൽ കറുപ്പ് നിറം കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പം നമ്മളിതാ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും പാത്രത്തിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഇരുമ്പിൻ്റെ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. നമ്മൾ മാക്സിമം ഇതൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറ് നമുക്കൊന്ന് നോക്കി നോക്കാം. കണ്ടോ, നല്ല പോലെ തന്നെ കറുപ്പ് കളറിൽ വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കറുപ്പിൽ വന്നിട്ടുണ്ട്. ഇത് ധൈര്യമായിട്ട് നമുക്ക് കയ്യിൽ ആക്കാം കേട്ടോ. ഒരു പ്രശ്നവുമില്ല. യാതൊരു വിധ കെമിക്കലും ഇല്ലാത്തതാണ്. ഇനി ഇത് നമ്മൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തലയിൽ വെച്ച് തലനീരിറക്കും ജലദോഷവും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂർ തന്നെ ധൈര്യമായിട്ട് തലയിൽ വെക്കാം. അതിനുശേഷം നമ്മൾ കഴുകിക്കളയാം. പിന്നെ ജലദോഷമോ അല്ലെങ്കിൽ അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ വെച്ചുകൊണ്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഡൈ ഉപയോഗിക്കുന്ന ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ നോർമലി ഉള്ള ബ്രഷൊക്കെ വെച്ച് തലയിൽ തേച്ച് നമുക്ക് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഡൈ ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ തവണ തേക്കുമ്പോൾ തന്നെ 100% റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിലും ക്രമേണ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടു നോക്കുക.